ഒരു പൈനാപ്പിളും ഒരേ അരപ്പും കൊണ്ടുള്ള 2 തരം മധുരപ്പച്ചടികളാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. പൈനാപ്പിളിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ നടുഭാഗം മാറ്റി ഇതേപോലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കാം. ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് നമുക്ക് ആവശ്യം. ഇനി ഒരു കഷ്ണം മാറ്റി വയ്ക്കുന്നുണ്ട്. 2 ഗ്ലാസ് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഒരു പാനിലേക്ക് മാറ്റി 1/4 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ നിറച്ച് വേണ്ടി വരും, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് പച്ചടിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. 2 പച്ചടിക്കും വേണ്ടി 1 ഗ്ലാസ് ചിരകിയ തേങ്ങയാണ് ആവശ്യം. ഇതിൻ്റെ കൂടെ 2 പച്ചമുളക്, 3 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, ഇത്രയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് വയ്ക്കാം. ഇനി ഇതിൽ 1 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചു വയ്ക്കാം. അല്പം പുളിയുള്ള 1 ഗ്ലാസ് തൈര് കട്ടയില്ലാതെ ഉടച്ച് അതുകൂടെ റെഡിയാക്കി വയ്ക്കാം. 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒഴിച്ച വെള്ളമെല്ലാം അല്പം വറ്റി പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരച്ച അരപ്പിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി അരപ്പൊന്ന് വെന്ത് കഴിയുമ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് ഒരല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉടച്ചു വെച്ച തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ഗ്ലാസ് തൈരാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റാം. ഒരല്പം വെളിച്ചെണ്ണയിൽ കടുക്, ഉണക്കമുളക്, കറിവേപ്പില, ചെറിയുള്ളി ഇതുകൂടെ വറുത്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇഞ്ചി ചേർത്ത വെള്ള മധുരപ്പച്ചടി റെഡിയായി. അടുത്തത് സദ്യ സ്പെഷ്യൽ മധുരപ്പച്ചടിയാണ്. 2 ഗ്ലാസ് പൈനാപ്പിൾ തന്നെയാണ്. പൈനാപ്പിളിലേക്ക് 1/4 ഗ്ലാസ് വെള്ളവും 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ആവശ്യത്തിന് ഏകദേശം 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നേരത്തെ എടുത്ത അരപ്പിൻ്റെ ബാക്കി അരപ്പിലേക്ക് 1/4 ഗ്ലാസ് തൈരും, അത് കട്ട തൈര് ഒഴിക്കുന്നതായിരിക്കും നല്ലത്, അതും 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് ഒന്നുകൂടെ അടിച്ചു വയ്ക്കാം. ഇനി ആദ്യം മാറ്റി വെച്ച ഒരു കഷ്ണം പൈനാപ്പിൾ കഷ്ണങ്ങളാക്കി അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങൾ ഒരല്പം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരല്പം പേസ്റ്റായിട്ട് കിട്ടുന്നതാണ് നല്ലത്. അതുകൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തിളച്ച് കഴിയുമ്പോൾ അരച്ച് റെഡിയാക്കി വെച്ച ആ കടുക് ചേർത്ത അരപ്പ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരപ്പ് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി വെച്ചാണത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അരപ്പ് തിളച്ചു തുടങ്ങുമ്പോൾ 2-3 പച്ചമുളകും ഒരല്പം കറിവേപ്പിലയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതും ഇളക്കി യോജിപ്പിച്ച് തിളച്ചു തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി 1/4 കപ്പ് തൈര് ഉടച്ച് വെച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് താളിച്ചൂടെ ചേർത്ത് കഴിഞ്ഞാൽ പച്ചടി റെഡിയായി. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ കടുകും 10 ഉള്ളി അരിഞ്ഞതും 5-6 ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് വറുത്ത് അതിൽ നിന്നും പകുതി എടുത്ത് 1 നുള്ള മഞ്ഞൾപ്പൊടിയും 1 നുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ മധുരപ്പച്ചടി മഞ്ഞപ്പച്ചടിക്കുള്ള വറവ് റെഡിയായി. ഇത് ഇനി മഞ്ഞപ്പച്ചടിക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് വെള്ളപ്പച്ചടിക്കും ചേർത്ത് കൊടുക്കാം. കടുക് വറുത്ത് ചേർത്ത് കൊടുത്താൽ പിന്നെ ഒന്ന് ഇളക്കി 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 1 പിടി കറുത്ത മുന്തിരിങ്ങ കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മധുര മഞ്ഞപ്പച്ചടി റെഡിയായി. പച്ചടിയിൽ മുന്തിരിങ്ങ ചേർക്കുമ്പോൾ അധികം ചൂടുള്ള പച്ചടിയിൽ ചേർക്കാതെ ഒരു ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷമാണ് മുന്തിരിങ്ങ ചേർക്കുന്നതെങ്കിൽ മുന്തിരിങ്ങ വെന്ത് ഉടഞ്ഞു പോകാതിരിക്കും. അങ്ങനെ ഒരു പൈനാപ്പിൾ കൊണ്ടുള്ള 2 തരം മധുരപ്പച്ചടികളും റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് വിളമ്പിയതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരാഴ്ച വരെ യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാതിരിക്കും. പിന്നീട് എടുക്കുമ്പോൾ കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ആവശ്യത്തിനുള്ള അളവിൽ മാത്രം എടുത്ത് പുറത്ത് വെച്ച് അത് നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം വിളമ്പിയാൽ മതി. പൈനാപ്പിൾ പച്ചടികളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും സമയം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.